നിങ്ങൾക്ക് ഒരകത്ത് എന്ന 3-ാം വാർഡിൽ ഒരു കൊച്ചു വീടുണ്ട്. ആ വീട് കണ്ടു കഴിഞ്ഞാൽ വെൺമണി ക്രൂസൈഡിൽ 6-ാം ദിവസം പ്രസംഗിച്ച പുള്ളിയുടെ വീടാണോ ഈ വീടെന്നൊരു സംശയം വരും. ആ വീട് കണ്ട ഇദ്ദേഹം പിന്നെ എന്നെ വിളിക്കും, വേറെ ആരും എന്നെ വിളിക്കുകയില്ല. ആ ദരിദ്ര വീട്ടിൽ ജനിച്ചു വളർന്നവനാ ഞാൻ. എൻ്റെ അനുഭവം കൊണ്ട് പറയാം, നീ എവിടെ ജനിച്ചു എന്നുള്ളതല്ല ദൈവത്തിന് വിഷയം, ജനിച്ചെന്നുള്ളതാ ദൈവത്തിന് വിഷയം. കാലിത്തൊഴുത്തി പിറന്നു വീണവനെ കാണാൻ ടാക്സ് കളക്ടർ കാട്ടത്തിയിൽ വലിഞ്ഞു കയറിയില്ലേ സാറേ, നീ ജനിച്ച വീടല്ല ദൈവത്തിന് വിഷയം, നീ ജനിച്ചതാ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പാടി അവൻ ആർക്കും കടക്കാരനല്ലെന്ന്. സത്യത്തിൽ ആ പാട്ട് ഭക്തവത്സലൻ്റെ പാട്ടാണ്. ലോകപ്രസിദ്ധ ഗായകനാണ് ഭക്തവത്സലൻ, അദ്ദേഹത്തിൻ്റെ പാട്ടാണത്. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ നടത്തിയ വഴികൾ ഓർത്തപ്പം അറിയാതെ ഞാൻ ഇരുന്ന് അറിയാതെ പാടിപ്പോയതാ. അവൻ ആർക്കും കടക്കാരനല്ല. കഴിഞ്ഞ ദിവസം ഒരാളൊരു കമൻറ്റ് ഇങ്ങോട്ട് അയച്ച്, പുള്ളിയുടെ പാട്ടല്ലേ ഇടും അത്. ഞാൻ പറഞ്ഞു അതെ സത്യമാണ്, പക്ഷെ ഈ 4 വരി അറിയാതെ ഞാൻ പാടിപ്പോയതാ, അതിന് ഉത്തരവാദി അവനാ, ഞാനല്ല. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. 3 ആമക്കളെ വളർത്താൻ അപ്പനും അമ്മയും പെട്ട പാട് വിശദീകരണത്തിനപ്പുറമാ. വെള്ളത്തിൽ മുങ്ങി പണിയെടുക്കുന്ന ഒരു അപ്പൻ, കൊയ്യാനും മെതിക്കാനും മാത്രം അധ്വാനിച്ച് നടക്കുന്ന ഒരു അമ്മ, 7-ലും 8-ലും ഒക്കെ സ്കൂൾ വിട്ട് വരുമ്പം 10-ഉം 12-ഉം കറ്റയെടുത്ത് കെട്ടി അമ്മ വരമ്പത്ത് കൂടെ കാണുമ്പം അറിയാതെ ചങ്കൊന്നും നിറയും. ദൈവമേ, 3 പിള്ളേർക്ക് ഭക്ഷണം തരാനാണല്ലോ അപ്പനും അമ്മയും കഷ്ടപ്പെടുന്നത്. താങ്ക് യു ജീസസ്. ഒരു സ്തോത്രം പറഞ്ഞ് കർത്താവ് പോരല്ലോ ശക്തിയോടെ. ഹല്ലേലൂയ. ഇന്ന് ദൈവം എന്നെ ഉയർത്തി, ഒത്തിരി ദൈവം എന്നെ മാനിച്ചു. പക്ഷേ ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കുകയില്ല. ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാ. ഞാൻ നടന്നതല്ല, ദൈവം എന്നെ നടത്തിയതാണ്. ഞാനിങ്ങനെ ആകാനതിൻ്റെ പിമ്പിൽ കഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവർക്കും വന്ദനം ചെയ്യുന്നവനാ ഞാൻ. ഫ്രീസ്തല്ലോ. കാരണം അവർ എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരുന്നു. സ്തോത്രം പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ചില സമയത്ത് അപ്പന് 3 നേരം ഭക്ഷണം കൊടുക്കാൻ ഇല്ലാതെ വരുമ്പം ഏതെങ്കിലും ഒന്നിനെ അമ്മയുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടും. അമ്മ വീട്ടുകാരൊക്കെ ഒത്തിരി കാശുള്ളവരാ. ഫ്രീസ്തല്ലോ. അവർ ഭക്ഷണം തരും, പക്ഷേ ചില ഡയലോഗുകൾ പറഞ്ഞാൽ ഭക്ഷണം തരുന്നേ. അന്നതിൻ്റെ ടേസ്റ്റ് അറിയില്ല. ഓർമ്മ വെച്ച് ഇന്ന് ഓർമ്മയിൽ ആ വാക്കുകൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇന്ന് ആ ടേസ്റ്റ് ഉണ്ട്. അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. അത് കഴിക്കേണ്ട വന്നല്ലോ. പക്ഷേ അവരെയും സ്നാനപ്പെടുത്താനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് നൽകി. അവൻ ആർക്കും കടക്കാരനല്ല. ഒന്ന് പിടിച്ചു വെച്ചേക്കണം ആ വരി. ഫ്രീസ്തല്ലോ. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് പിടിച്ച് പുറകെ വരാനാ. അടി ഹല്ലേലൂയ, കരയുയർത്തി ഹല്ലേലൂയ പറഞ്ഞ കർത്താവിന് പോരാ ശക്തിയോടെ. ഹല്ലേലൂയ. ചാണകം മെഴുകിയ തറയും തഴപ്പായും പഞ്ഞിപ്പലക കൊണ്ടടിച്ച മറയൊക്കെ അതൊക്കെയായിരുന്നു വീട്ടിലെങ്കിലും എന്നാ പാട്ടുആരാധനയായിരുന്നറിയാവോ അപ്പനും അമ്മേ. കൊട്ടിയും പാടിയും പൊട്ടിച്ച ട്രമ്മിനും ടാമറിനും കയ്യും കണക്കുമില്ല. പക്ഷെ 3 പിള്ളേരെ വളർത്തിയത് ഒറ്റ ആഗ്രഹത്തിലാ, സുവിശേഷകനാക്കണം. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. എൻ്റെ അപ്പനും അമ്മയും ഒരു നേരം ഞങ്ങളെ പട്ടിണി ഇട്ടിട്ടില്ല, ഒറ്റ നേരം. പക്ഷേ 5 വർഷം എൻ്റെ വടക്കേ ഇന്ത്യയിലെ വേലയിൽ വിശപ്പ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് പട്ടിണി, എന്താണ് വിശപ്പ്, 32 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലുള്ള ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്. അന്ന് എൻ്റെ ടേസ്റ്റ് എൻ്റെ ഓർമ്മയിലുണ്ട്. മഹാരാഷ്ട്രയുടെ മണ്ണിൽ ചില നാളുകൾ ഞങ്ങൾ കുടുംബമായി വേല ചെയ്തപ്പോൾ സുവിശേഷ വേലയല്ലാതെ അന്നും ഇന്നും മറ്റൊന്നുമില്ല. ഹിന്ദി അറിയാൻ മേലാത്ത എന്നെ വടക്കേ ഇന്ത്യയിൽ കൊണ്ടിട്ടപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് എൻ്റെ അകത്ത് തന്ന വചനം ഇതാ, എടാ ഗലീലക്കാരന് ഗലീല ഭാഷയല്ലേ അറിയാവൂ. അവൻ പറഞ്ഞ അന്യഭാഷ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഞാൻ നിന്റെ കൂടെ ഇല്ലേ. എല്ലാ ഭാഷയും പരിശുദ്ധാത്മാവിന് അറിയാമെന്ന് ഞാൻ പറഞ്ഞാൽ ആത്മാവുള്ള ദൈവമക്കൾ ആ കര ഉയർത്തി സ്തോത്രം 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 എന്ന് പറയുന്നേ. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ എൻ്റെ കാര്യം അങ്ങ് വിട്, ഞാൻ ചെറുപ്പം മുതൽ ഡെഡിക്കേറ്റഡാ. പക്ഷെ എന്നാലും എൻ്റെ കുടുംബം കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ ആഴ്ച മുതൽ വടക്കേണ്ടിയിൽ എത്തിയതാ. 3-ാമത്തെ ആഴ്ച മുതൽ അവൾക്ക് മനസ്സിലായി 5 നയാ പൈസ ഇല്ലാത്തൊരു പുള്ളിയാ എൻ്റെ ഭർത്താവെന്ന്. 10 വർഷം കഴിഞ്ഞ് അവിടെ അമ്മയും അപ്പനും അത് അറിയുന്നത് പട്ടിണിയായിരുന്നെന്ന്. ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എൻ്റെ തല കെട്ടിവെച്ചതെന്ന് ചോദിച്ചിട്ടില്ല. കൃപയാൽ ദൈവം ഞങ്ങളെ ഉയർത്തി. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഏത് വ്യക്തിയുടെയും സപ്പോർട്ട് നാടല്ല, ഏത് വ്യക്തിയുടെയും സപ്പോർട്ട് കുടുംബമാണ്. നാട് മൊത്തം നിന്റെ കൂടെ ഉണ്ടെങ്കിലും കുടുംബം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ഒരു ഹതഭാഗ്യനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുക. നിന്നോളം ശപിക്കപ്പെട്ട വ്യക്തി വേറെ മണ്ണി കാണത്തില്ല. ലോകം മൊത്തം കൂടെ ഇല്ലേലും നിന്റെ കുടുംബം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഭാഗ്യവാനാ.
ആ ഭാഗ്യം കിട്ടാതെ പോയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ബൈബിൾ അത് പറയുന്നു. വ്യക്തിയുടെ പേര് ഇയ്യോബ് എന്നാണ്. കഷ്ടവും നഷ്ടവും ദുഃഖങ്ങളും വ്രണങ്ങളും ശരീരത്തിലും ജീവിതത്തിലും ആഞ്ഞടിച്ചപ്പോ കൂടെ നിൽക്കേണ്ട ഭാര്യ പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. എന്താ? ഭക്തി മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ത്യജിച്ചു പോയി ചാകടോ. നിങ്ങളില്ലാതെ ജീവിക്കുന്നതാ നിങ്ങളുള്ളതിനേക്കാൾ എനിക്ക് സന്തോഷം. പോയി ചാക്. ഏറ്റവും വലിയ സപ്പോർട്ട് കുടുംബത്തിൻ്റെയാ. ഭാര്യയുടെ ക്യാപിറ്റൽ ഭർത്താവാ, ഭർത്താവിന്റെ ക്യാപിറ്റൽ ഭാര്യ. അവർ അനുവദിക്കാത്ത ദൂരം ആർക്കും ഓടാൻ പറ്റില്ല. ആരും കൂടെയില്ലെങ്കിലും കുടുംബം നിന്റെ കൂടെയുണ്ടെങ്കിൽ പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. എല്ലാവരും കൂടെയുണ്ട്. കുടുംബം നിന്നെ തള്ളിയാൽ പിശാച് നിന്നെ തമ്മാനവാടും. അതുകൊണ്ട് ദൈവം പറയുന്ന വചനം ഇന്ന് രാത്രി ശിരസ വഹിച്ച്, നാട്ടിലെ മാറ മധുരമായില്ലേലും സാരമില്ല, വീട്ടിലെ മാറ മധുരമാകട്ടെ. നാട് നന്നാക്കി നടക്കുന്ന നിന്റെ വീടിന്റെ അകത്തെ കയ്പ് ഇന്ന് രാത്രി അഴിയാൻ പരിശുദ്ധാത്മാവ് നിനക്ക് കൈമാറുകയാ. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എനിക്ക് കൈമാറിയ വാർത്ത ശ്രദ്ധേയമാ. പാസ്റ്ററെ, ആയിരക്കണക്കിന് കുടുംബങ്ങളെ കൗൺസിൽ ചെയ്യുന്ന ഒരു കൗൺസിലറാണ് ഞാൻ. ആയിരക്കണക്കിന് കുടുംബങ്ങളെ യോജിപ്പിച്ചു വന്നപ്പോൾ, പാസ്റ്ററെ എൻ്റെ വൈഫ് എന്നെ ഇട്ടേച്ചു പോയി. എന്നാ പാസ്റ്ററെ ഇങ്ങനെ? കുഞ്ഞേ, ആയിരങ്ങളെ യോജിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നീ നിന്നെ തന്നെ യോജിപ്പിക്കുന്നതാ. എത്ര പേർക്ക് ആമേനെന്ന് തീർത്ത് പറയാൻ കഴിയും? 8 നീണ്ട മാസം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കുടുംബത്തിന് ഡെലിവറി അടുത്ത് വരികയാ. ഈ മണ്ണിൽ എനിക്കൊന്നും അറിയില്ല. എനിക്ക് നാട്ടിലെത്തിയ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരാം. കേരളത്തിൽ നിൽക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്തവനാ ഞാൻ. കാരണം എൻ്റെ 2 കാലും തളർന്നു പോയ പോളിയോ രോഗിയായി ജനിച്ച സമയം പാസ്റ്റർ PM ഫിലിപ്പ് സാർ എൻ്റെ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കി, ഈ കിടക്കുന്ന കുഞ്ഞിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കാം, സമർപ്പിച്ചാൽ ഇപ്പോൾ ഇവനെ യേശു എഴുന്നേൽപ്പിക്കും. ഉടനെ അപ്പം പറഞ്ഞു സമർപ്പിക്കാം. ഉടനെ ആ അപ്പച്ചൻ മുഖത്ത് നോക്കി ചോദിച്ചു, വടക്കേ ഇന്ത്യയിൽ ഒരു മിഷണറി ആയിട്ട് അയക്കുമോ? ഉടനെ അപ്പം പറഞ്ഞു യെസ്. അന്ന് ഞാൻ എഴുന്നേറ്റതാ. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. കേരളത്തിൽ പരുങ്ങാൻ ആഗ്രഹമില്ലാത്ത ഞാൻ വർഷങ്ങൾ ആ മണ്ണിൽ വേല ചെയ്തപ്പോ എൻ്റെ കൊച്ചും പ്രായമാ. കല്യാണത്തിന്റെ എന്താണെന്ന് അറിയാൻ മേലാത്ത 24 വയസ്സ് കഴിഞ്ഞ സമയമാ അപ്പൻ കല്യാണാലോചനയുമായി രംഗത്ത് വന്നത്. കല്യാണം കഴിഞ്ഞ് 3 ദിവസം മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ യേശുവിനെ പ്രസംഗിക്കാൻ ഓടിയവനാ ഞാൻ. എനിക്ക് എൻ്റെ കാര്യം പറയാൻ സന്തോഷം. ദൈവദാസന്മാരെ പുറത്തുനിന്ന് കണ്ടിട്ട് കമന്റ് പാസ്സാക്കല്ലേ സാറേ, അവനോട് നാരായണം. വണ്ടിയിലൊക്കെ ആണല്ലോ പോകുന്നതും വരുന്നതും. ഒത്തിരി പണമുണ്ടല്ലേ, കോടീശ്വരനാ അല്ലേ? ഇല്ല സാറേ, ഇന്നലകളിൽ നടന്നതുകൊണ്ട് ദൈവം തന്നൊരു പ്രോത്സാഹന സമ്മാനമാ. ഒത്തിരി നടന്നതല്ലേ, അവനും കുടുംബവും വണ്ടിയിൽ പോകട്ടെ. ഇത് ദൈവം തന്ന സമ്മാനമല്ല, പ്രോത്സാഹന സമ്മാനമാ. എന്താ പ്രോത്സാഹന സമ്മാനം? പരാജയപ്പെടുന്നവർക്കുള്ളതാ പ്രോത്സാഹന സമ്മാനം. അടുത്ത ടെസ്റ്റിന് വരാതിരിക്കരുത്. സ്തോത്രം പറഞ്ഞ കർത്താവിന്. എന്താ ആമേൻ എന്ന് പറയാത്തെ? ഇതുവരെ ഞാൻ സമ്മാനം മേടിച്ചിട്ടില്ല. ഇതുവരെ കിട്ടിയതെല്ലാം പ്രോത്സാഹന സമ്മാനമാ. അടുത്ത വർഷം നീ നിൽക്കണം എൻ്റെ വേലയ്ക്ക് വേണ്ടി, എൻ്റെ നാമത്തിന് വേണ്ടി. പുറകോട്ട് നോക്കരുത്. ചില പ്രോത്സാഹന സമ്മാനങ്ങളിലുള്ളതാ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ ഒരു മൈക്രോഫോൺ. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. യാത്ര ചെയ്യാൻ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു നല്ല സീറ്റ്. സ്തോത്രം പറഞ്ഞ് ഓടിക്കാൻ ഒരു കൊച്ചു കാറ്. ക്രിസ്തലോ വാടക കൊടുക്കാനുള്ള കൊച്ചു വാടക. ഇതൊക്കെ അവൻ തന്ന പ്രോത്സാഹന സമ്മാനമാ. സമ്മാനം കിട്ടാത്തവനാ നിങ്ങൾക്കിത് കൈമാറുന്നത്. പക്ഷെ മറക്കരുത്, അവൻ ആർക്കും കടക്കാരനല്ല. 32 ദിവസം പട്ടിണി കിടന്നിട്ട് ട്രെയിനിലോട്ട് കയറിയ കയറ്റം. യാത്ര ചെയ്ത് പോരുമ്പോ അന്ന് ഒരിക്കൽ എൻ്റെ കുടുംബം എന്നോട് പറഞ്ഞു, എനിക്കിനി വിശപ്പ് സഹിക്ക വയ്യ. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഡോറിങ്കെ പോയി നിന്നുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു, കർത്താവേ നിന്റെ വേലക്കാരനാണ് ഞാൻ. ഒറ്റ മനുഷ്യനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. വേണ്ടപ്പാ, വിളിച്ചത് നീയാ. നിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള ഊരെനിക്ക് തരണം. 19 വർഷമായി കരഞ്ഞുകൊണ്ടല്ലാതെ പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല. സ്തോത്രം എന്ന് പറയുമ്പോഴേ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. അതറിയില്ല എന്താ കാര്യം. അവൻ നടത്തിയ വഴികൾക്കായി സ്തോത്രം. ഈ സമയത്ത് ഒരു പൊതിച്ചോറ് കളയാൻ വേണ്ടി ഒരു സഹോദരൻ വരിക. ഞാൻ ചോദിച്ചു, എന്തിനാ ഇത് കളയുന്നേ? അത് നൂല് പിരിഞ്ഞു പോയി, വളിച്ചു പോയി, കളയാൻ വരിക. ഞാൻ പറഞ്ഞു, കളയണ്ട പ്ലീസ്, എനിക്ക് തന്നാലും. അദ്ദേഹം പറഞ്ഞു, നോ നോ നോ, ഇത് ഭക്ഷിപ്പാൻ പറ്റില്ല, മണത്തി നോക്ക്, ഇതിൻ്റെ ദുർഗന്ധം ഭയങ്കരമാ. ഞാൻ പറഞ്ഞു, ഞാൻ കളഞ്ഞേക്കാം, തന്നേര്. ആ ഡോറിങ്കിൽ നിന്ന് കളയുന്ന പോലെ കൈ കാണിച്ചു. അദ്ദേഹം തിരിച്ചു പോയപ്പോൾ പുറകെ ഞാൻ വന്നു. എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിലേക്ക് ഇത് വെച്ച് നീട്ടുമ്പം ആർത്തിയോടെ അവളത് കഴിച്ചത്. ഇന്നും അറിയില്ല ആ തന്ന വ്യക്തി ആരെന്ന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. ബിഷപ്പിന്റെ വിളി വലുതാ. ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഒത്തിരി പേർ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ അറിയാതെ അവന്റെ നാമത്തെ സ്തുതിക്കും. അഭിഷിക്തന്മാരെ ഇവിടെ ആവലോടെ നിർത്തിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം
ആരുടെയും പേരവർക്കറിയില്ല, ലോകത്തിനറിയില്ല. സാംബാസിന്റെ പേരറിയാം, സൈമൺ പാസ്റ്റർക്ക് എൻ്റെ വൈഫിൻ്റെ പേരറിയില്ല. പക്ഷെ ആ ഒരു സഹോദരിയാ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതൊരു സന്തോഷം, അറിയാതൊരു ബലം. ഭക്ഷണം കഴിക്കാനില്ലാതെ വരുമ്പോൾ, ചായ കുടിക്കാനില്ലാതെ വരുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ ഒന്നും ചെയ്യാറില്ല. കാര്യം അക്കരെ ഇക്കരെ കിടക്കാൻ അപ്പൻ 60 രൂപയുടെ വള്ളം വാടകയ്ക്ക് കൊടുക്കാൻ നാട്ടുകാർ തയ്യാറല്ല, വാടക കിട്ടുകയില്ല. പിണ്ടിച്ചങ്ങാടം ഉണ്ടാക്കി അക്കരെ ഇക്കരെ കിടന്ന അപ്പൻ്റെ മക്കള് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പുള്ളിക്കൊരു ഇന്നോവ തരാതിരിക്കാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി എൻ്റെ കാറിൽ ഞാൻ കയറിയപ്പോൾ എൻ്റെ സഹോദരൻ ജയ്മോൻ ഷാനോട് ഞാൻ പറഞ്ഞ, അച്ഛാ ചെങ്ങാടം തള്ളിയവനാ അച്ഛാ ഈ സ്റ്റീറിംഗ് പിടിച്ചിരിക്കുന്നേ, അവനാർക്കും എന്നിട്ടും കൈ ഉയരുന്നില്ല. അവനാർക്കും അവനൊപ്പം അവനെപ്പോലെ നിന്റെ തലമുറയുടെ കാലത്തും അനുഗ്രഹം കുമിഞ്ഞുകൂടും. കാരണം ഇത് സമൃദ്ധിയുടെ സുവിശേഷമല്ല. കഷ്ടപ്പെട്ട ശീമോൻ, ക്രൂശിന്റെ അറ്റം തൊട്ട ശീമോൻ, അവന്റെ പിള്ളേര് ക്രിസ്തുവിൽ പ്രസിദ്ധരായേ പറ്റൂ. നിങ്ങളിത് എന്നാ സുവിശേഷമാണെന്ന് വ്യാഖ്യാനിച്ചാലും എന്റെ യേശുവിനെ തൊട്ട ഒരുത്തന് താഴ്ച വരാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം. ഇവിടെയുള്ള യൗവനക്കാരോട് ഞാൻ പറയുന്നു, കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി നിന്നെ വളർത്തിയ അപ്പനും അമ്മയും ഉണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയാകുമ്പോൾ അവരെ മറന്ന് നീ ഓടിയാൽ അധികം ദൂരം നീ ഓടത്തില്ലെന്നുള്ള സത്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. സഹോദരാ, എൻ്റെ അപ്പനെ ഞാൻ പലയിടത്തും എടുത്തു കാണിക്കാറുണ്ട്. ഇതെൻ്റെ അപ്പനാ. കണ്ടാൽ ഒരു ഗ്ലാമറും ഇല്ല, മുഖമെല്ലാം കരിവാളിച്ചിരിക്കുക, തൊലിയെല്ലാം ചുളിഞ്ഞായിരിക്കുന്ന. എന്താ കാര്യം? എന്നെ ഇങ്ങനെ നിർത്താൻ വേണ്ടി പെട്ട പാടാ. Oh Lord Jesus, I know very well. എനിക്കെല്ലാം അറിയാം എന്ന് പറയാൻ നിനക്ക് പ്രായമുണ്ട്. അപ്പൻ ഇംഗ്ലീഷിൽ വലിയ ഗ്രാമർ ഒന്നും വശമല്ല. നിനക്ക് ആംഗലേയ ഭാഷ ഭയങ്കര പിടുത്തവാ. നിന്റെ അപ്പന് വലിയ ഗ്ലാമർ ഒന്നുമില്ല. നിനക്ക് ഗ്ലാമർ തരാനാണ് നിന്റെ അപ്പന്റെ ഗ്ലാമർ പോയത്. പക്ഷെ നീ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെ അമ്മേനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുവെന്ന് വചനമുണ്ടല്ലോ പാസ്റ്ററെ. അവരായി അവരുടെ പാടായി ജീവിക്കട്ടെ. നോ, കല്യാണം വരെ നിനക്കൊരപ്പൻ, കല്യാണം കഴിഞ്ഞ് നിനക്ക് 2 അപ്പൻ. കല്യാണം വരെ നിനക്കൊരമ്മ, കല്യാണം കഴിയുമ്പോൾ നിനക്ക് 2 അമ്മ. ഇന്ന് മക്കളാണേലും മരുമക്കളാണേലും അമ്മായിമ്മയാണേലും അമ്മായിയപ്പനാണേലും കെട്ടുപോട്ടണം. പിശാചിനെ ചവിട്ടി വീട്ടിൽ നിന്ന് പുറത്ത് ആക്കണം. വീട് സ്വർഗീയമായി മാറണം. നിന്റെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തില്ലെങ്കിൽ നിന്റെ പിള്ളേര് നിനക്കും തരത്തില്ല. സഹോദരാ, നീ എത്ര വളർന്നാലും നിന്റെ അപ്പനോളം എത്തത്തില്ല. സഹോദരി, നീ എത്ര വളർന്നാലും നിന്റെ അമ്മയോളം നീ എത്തത്തില്ല. നിന്നെ ഇങ്ങനെയാക്കാൻ പെടാപ്പാട് പെട്ടവർക്കൊരു നന്മ ചെയ്യാൻ കൃപയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസിൽ പോയത് കൊണ്ട് ഷെയർ തരാതെ ഇറക്കി വിട്ട അപ്പനാണേലും നിനക്കപ്പനെന്നോ അപ്പനാ. സന്തോഷത്തോടെ അവരുടെ ബർത്ത്ഡേയുടെ അന്നോ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നോ നന്നായിട്ടൊരു ഡ്രസ്സെങ്കിലും വാങ്ങി ഗിഫ്റ്റ് കൊടുക്കാൻ ചെന്നാൽ അടുത്ത ആഴ്ചത്തെ സ്നാനം അവരുടേതായിരിക്കും. നന്മ കൊണ്ട് തിന്മയെ ജയിക്കാൻ കൃപയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ അനുജൻ പാസ്റ്റർ പോൾസൺ വർഷിപ്പ് ലീഡറാണ്. അദ്ദേഹം സ്വദേശത്തും വിദേശത്തും വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ എൻ്റെ അപ്പൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അവൻ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പൻ പുറകിൽ നിന്ന് കുനിഞ്ഞിരിക്കും. അപ്പൻ എഴുന്നേൽക്കുകയല്ല. കാര്യം കരഞ്ഞുകൊണ്ടിരിക്കുക. വളർത്തിയതല്ലേ, ഒന്നും തിന്മയായില്ല, എല്ലാം നന്മയായി. എന്തോ ഞാൻ നിങ്ങൾക്ക് കൈമാറുക. നിങ്ങളുടെ തലമുറ തീയായിരിക്കും.